ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 3, ശ്ലോക 4. പ്രൗഢാഹാരൂഢാഹ ജഗതി ഖലു ഗൂഢാത്മഗതയഃ ഭവത്പാദാംഭോജ സ്മരണ വിരുജഃ നാരദമുഖാഃ ചരന്തി ഈശസ്വൈരം സതത പരിനിർഭാത പരചേത് സദ ആനന്ദ അദ്വൈത പ്രസര പരിമഗ്നാഃ കിം അപരം. മുനി, മഹർഷി, പ്രൗഢാഹ ശ്രേഷ്ഠന്മാരായവർ, രൂഢാഹ പ്രസിദ്ധനായിട്ടുള്ളവർ, ജഗതി ലോകം, ഖലു ആയിട്ടുള്ളത്, ഗൂഢ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, ആത്മഗതയ സഞ്ചരിക്കുന്നവർ, ഭവത് ഭഗവാന്റെ, പാദാംഭോജ പാദമാകുന്ന ആ താമര, സ്മരണ ഓർക്കുക, വിരുജഹ വിദ്വാൻമാരായ ശ്രേഷ്ഠന്മാർ, നാരദ വിഷ്ണുവിന്റെ പരമഭക്തൻ, മുഖാഹ വാക്കുകൾ, ചരന്തി സഞ്ചാരം ചെയ്യുന്നവൻ, ഈശ ഈശ്വരൻ, സ്വൈരം സ്വസ്ഥമായിട്ടുള്ളത്, സതത എപ്പോഴും, പരിനിർബാധ പരിശുദ്ധരായിട്ടുള്ളവർ, പരചിത് പ്രകാശിക്കുന്നവർ, സദാ എപ്പോഴും, ആനന്ദ സന്തോഷത്തോടു കൂടിയുള്ളവർ, അദ്വൈത രണ്ടല്ല എന്ന സങ്കല്പം, പ്രസര ഉത്സാഹത്തോടു കൂടി, പരിമഗ്നാഹ ലയിച്ചിരിക്കുന്നവർ, കിം എന്തിന്, അപരം ഇതിനും അപ്പുറം. പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയാ ഭവത്പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാഃ ചരന്തീശ സ്വൈരം സതത പരിനിർബാധ പരചേത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. മഹർഷിമാരിൽ ശ്രേഷ്ഠരും പ്രസിദ്ധനുമായിട്ടുള്ള ഏറ്റവും ഉന്നത നിലയിലുള്ള വിഷ്ണു ഭഗവാന്റെ പരമഭക്തനായ നാരദമുനി ഈ ലോകത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്ത തത്വങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണമായി അറിയുന്ന ആ ഒരു ശ്രേഷ്ഠൻ പല വിധത്തിൽ സഞ്ചരിക്കുന്നു, പല ലോകത്തിൽ സഞ്ചരിക്കുന്നു, പലയിടത്തും എത്തുന്നു. അങ്ങനെ ഭഗവാന്റെ പാദമാകുന്ന ആ താമരയെ മാത്രം ഭക്തിപൂർവം ഭജിക്കുന്നു. അങ്ങനെ ഓർക്കുന്ന വിദ്വാൻമാരും ശ്രേഷ്ഠന്മാരും അവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അറിവും ജ്ഞാനവും തത്വവും അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ സ്വസ്ഥമായി സഞ്ചാരം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മനസ്സിന് പരിശുദ്ധിയും ആത്മാവിന് മുക്തിയും ലഭിക്കുന്നു. അവർ എപ്പോഴും പ്രകാശിക്കുന്നവരായി ജ്വലിക്കുകയും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുകയും ചെയ്യുന്നു. അവർക്ക് എപ്പോഴും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ആ തത്വം വളരെയധികം ബോധ്യമായിട്ടുള്ളതാണ്. അങ്ങനെ ഉത്സാഹത്തോടെ ലയിച്ചിരിക്കുന്ന അവർക്ക് ഇതിനുമപ്പുറം എന്താണ് ലഭിക്കേണ്ടത്? പരമമായ ആ ഒരു മുക്തി തന്നെ അവർക്ക് ഭക്തിയിലൂടെ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടെ പരാമർശിക്കുന്നത്. താങ്ക് യു.